കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കൂ. അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസിന്റെ വേദി 2024 അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസിന്റെ വേദി എവിടെയത്? ഗുരുഗ്രാമിലാണ്. എവിടെ? ഗുരുഗ്രാം. അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസ് 2024 വേദിയാകുന്നത് ഗുരുഗ്രാം. സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് തുറവൂര്. എവിടെയാണ്? തുറവൂര്. രാജ്യത്തുടനീളമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൈകാര്യം ചെയ്യാനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേരെന്ത്? യുവിൻ. നമ്മുടെ രാജ്യത്തുടനീളം പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് അവതരിപ്പിച്ച പുതിയൊരു പ്ലാറ്റ്ഫോമാണ് എന്ത് പറഞ്ഞാൽ യുവിൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ. 16ാമത്തെ ബഷീർ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. 16ാമത്തെ ബഷീർ സാഹിത്യ പുരസ്കാരം അത് ആരാ നേടിയ? ഇ സന്തോഷ് കുമാറാണ്. ആരാണ്? ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് നാരകങ്ങളുടെ ഉപമ. അപ്പൊ 16ാമത്തെ ബഷീർ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന് നേടിക്കൊടുത്തത് നാരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ്. അടുത്ത നോക്കൂ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഏതാണ്? ഇന്ത്യയാണ്. അടുത്തത്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ എയർപോർട്ട് ഏതാണ്? ട്രിവാൻഡ്രം. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ശുചീകരണത്തിനായി എന്താ ഏർപ്പെടുത്തുകയാണ്? റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തുകയാണ്. എവിടെ? എയർപോർട്ടിൽ. ഏത് എയർപോർട്ടാണ്? ട്രിവാൻഡ്രം. ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യമാണ് ഏത്? ഫ്രാൻസ്. കേട്ടോ. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത്. LDC ആലപ്പുഴയും പാലക്കാടൊക്കെ ചോദിച്ച ചോദ്യമാണ്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത്. എല്ലാവർക്കും അറിയാം അല്ലെ? അറിയാത്ത കുട്ടികൾ പഠിക്കൂ കേട്ടോ. രാജ്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 75ാം വാർഷികത്തോടനുബന്ധിച്ച് അതായത് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ ഒരു സമ്പാദ്യ പദ്ധതി കൊണ്ടുവന്നു. ഏതാണ് പദ്ധതി? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. എന്താ പേര്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആയപ്പോ അല്ലെങ്കിൽ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം അല്ലെ? ഏതെങ്കിലും ഒരു പദ്ധതി ഇല്ലാത്ത പരീക്ഷയില്ല. ഒരു പദ്ധതിയല്ല, 2-3 പദ്ധതികൾ വരെ ചോദിക്കുന്നുണ്ട്. പദ്ധതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നാഗേഷ് ട്രോഫി അതായത് കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് ആണിത്. കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരാണ് എന്ത്? നാഗേഷ് ട്രോഫി എന്ന്. അത് കൊച്ചിയിലാണ് തുടക്കമാകുന്നത്. എവിടെയാണ്? കൊച്ചിയിൽ. അപ്പൊ നമ്മുടെ പറഞ്ഞേ അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? എവിടെയാ വേദി? പറയോ? ഗുരുഗ്രാം. ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾ ഒപ്പം പറയും. അപ്പൊ നിങ്ങളത് പഠിക്കും. സംസ്ഥാനത്ത് ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് എവിടെയാ നിലവിൽ വന്നേ? തുറവൂരാണ് കേട്ടോ. രാജ്യത്തുടനീളമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ഏതാണ്? യുവിൻ. 16ാമത്തെ ബഷീർ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ കൃതി നാരകങ്ങളുടെ ഉപമ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ എയർപോർട്ട് ഏതാണ്? ട്രിവാൻഡ്രം. ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യത്തെ രാജ്യം ഫ്രാൻസ്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകൾക്ക് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമ്പാദ്യ പദ്ധതി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അടുത്തത്, കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കം കുറിക്കുന്നത് കൊച്ചിയില്. ട്രോഫിയുടെ പേര് നാഗേഷ് ട്രോഫി. എന്താണ്? നാഗേഷ് ട്രോഫി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. ഞാൻ കുറേ ദിവസമായി അടുപ്പിച്ച് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോസ്. എല്ലാവരും കാണുന്നുണ്ടോ? കൃത്യമായിട്ട് കാണാത്തവർക്കായിട്ട് പ്ലേലിസ്റ്റിൽ അത് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് കാണാൻ ഞാൻ പറഞ്ഞു. 20 മാർക്കാണ് എന്നും പറയണതാണ് ക്ലാസ് എടുക്കുമ്പോൾ. 20 മാർക്കാണ്. 20 മാർക്ക് നിങ്ങൾ കളയാതെ നോക്കണം. ആ 20 മാർക്ക് ഒരു 2 മാർക്കിൽ നിന്ന് തന്നെ നമുക്ക് കുറേയധികം റാങ്കിൽ വ്യത്യാസം. 20 മാർക്ക് ഫുള്ള് നിങ്ങൾ നേടിച്ചാലോ തീർച്ചയായിട്ടും നേടാൻ പറ്റൂ കേട്ടോ. ഭംഗിയായിട്ട് പഠിക്കും.
പഠിച്ചോളൂ. ഇനിയും ഉഷാറായിട്ടില്ലാത്ത കുട്ടികൾ ഒന്നും കൂടെ നല്ല രീതിയിൽ ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ സാധിക്കട്ടെ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ഒന്ന് എന്താ പറയുക ചാനലൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് കൂട്ടുകാർക്ക് അല്ലേ വേണ്ടപ്പെട്ടവർക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം 8 മണിക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.